അവന്തികയാണ് നമ്മുടെ കഥയിലെ നായിക. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവന്തികയുടേതും. അവളുടെ അമ്മ സുജാത അടുക്കളയിൽ രാവിലെ ഭക്ഷണം തയ്യാറാക്കുകയാണ്. അവളുടെ അച്ഛൻ അശോകും സുജാതയെ സഹായിക്കാൻ ഒപ്പമുണ്ട്. അവർ രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞാണ് പാകം ചെയ്യുന്നത്. അവിടേക്ക് ഓടി വന്ന അവന്തിക ദേഷ്യപ്പെടുന്നത് പോലെ പറഞ്ഞു, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ലേ? ടൈം എത്രയായെന്നറിയാമോ? നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ? എനിക്ക് കോളേജിൽ പോകണമെന്നൊന്നും അറിയില്ലേ? ഇത് കേട്ട അശോക് അവന്തികയുടെ ചെവിയിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു, ഡി കാന്താരി, നീ ഇതുവരെ എവിടെയായിരുന്നു? എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത് കണ്ടില്ലേ നീ? വേദന സഹിക്കാൻ വയ്യാതെ അവന്തിക അച്ഛൻ്റെ കൈകൾ തട്ടിമാറ്റി. അതിനല്ലേ അച്ഛനുള്ളത്? അമ്മയെ അച്ഛൻ സഹായിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ വെറുതെ സ്വപ്നത്തിലെ കട്ടുറുമ്പാകുന്നേ? ഇത് കേൾക്കുന്ന സുജാത ചിരിക്കുന്നു. ഞാൻ സഹായിക്കും, എൻ്റെ ഭാര്യയെ ഞാൻ സഹായിക്കും, അല്ലാതെ നിന്നെപ്പോലെ അല്ല. അശോക് അവന്തികയെ പരിഹസിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത അവന്തിക കുറച്ച് വിഷമത്തോടെ പറഞ്ഞു, ഇന്ന് എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ അച്ഛാ, അപ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ റെഡിയാകണ്ടേ? ഓ, അല്ലെങ്കിൽ നീ അങ്ങ് ചെയ്തേനെ. അശോക് വീണ്ടും അവളെ കളിയാക്കി. ഏട്ടാ മതി, രാവിലെ തന്നെ അവളെ കളിയാക്കാതെ. ഇന്ന് അവൾ കോളേജിൽ പോവല്ലേ? വാ മോളെ, നമുക്ക് കഴിക്കാം. സുജാത അശോകിൻ്റെ തോളിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. അവർ 3 പേരും കൂടി അടുക്കളയിൽ നിന്നും ആഹാരമെടുത്ത് ടേബിളിൽ വെച്ചതിന് ശേഷം സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്നു. അവന്തിക തൻ്റെ അച്ഛനോടും അമ്മയോടും യാത്ര ചോദിച്ച് കോളേജിലോട്ട് പോകുന്നു. അഭിയും കൂട്ടുകാരും കോളേജിൻ്റെ മരച്ചുവട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ വരുന്ന ജൂനിയേഴ്സിനെ വെൽക്കം ചെയ്യുന്ന തിരക്കിലാണവർ. വൈശാഖാണെങ്കിൽ വരുന്ന പെൺകുട്ടികളെ മുഴുവൻ വായി നോക്കുന്ന തിരക്കിലും. കോളേജിലെത്തിയ അവന്തിക വളരെ സന്തോഷത്തിൽ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്ത് ഭംഗിയാ ഈ കോളേജ് കാണാൻ. ഭഗവാനെ, എനിക്ക് നല്ല നല്ല ഓർമ്മകൾ ഈ കോളേജിൽ നിന്നും ലഭിക്കണേ. അപ്പോഴാണ് മരച്ചൂട്ടിലിരുന്ന അഭി അവന്തികയെ ശ്രദ്ധിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന അവളെ കണ്ട് അഭി മനസ്സിൽ പറഞ്ഞു, ഈ കൊച്ചെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഇതിന് വട്ടാണോ? അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർന്നു. അവന്തിക മെല്ലെ തൻ്റെ കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കാൻ തുടങ്ങി. അവൾ പോകുന്നത് നോക്കി അഭി നിന്നു. തൻ്റെ ക്ലാസ് റൂം എവിടെയാണ് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവന്തിക വൈശാഖിനെ ശ്രദ്ധിക്കുന്നത്. അവൾ വൈശാഖിൻ്റെ അടുത്തേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ. വൈശാഖ് തിരിഞ്ഞു നോക്കി. സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെ വിളിക്കുന്നത് കേട്ട വൈശാഖ് വളരെയേറെ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു, ഹലോ, ഞാൻ വൈശാഖ്, നിങ്ങളുടെ സീനിയറാണ് എന്ന് പറഞ്ഞ് വൈശാഖ് അവളുടെ നേരെ കൈകൾ നീട്ടി. അവളും വൈശാഖിൻ്റെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഹായ്, ഞാൻ അവന്തിക. അവന്തിക, നൈസ് നെയിം. അവൻ മനസ്സിൽ തൻ്റെ പേരും അവന്തികയുടെ പേരും കൂട്ടി വായിക്കുന്നു. തൻ്റെ ലിസ്റ്റിൽ അവന്തികയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വൈശാഖ് ഉറപ്പിച്ചിരുന്നു. കാരണം ഇത്രയും നേരം വൈശാഖാണ് ഓരോ പെൺകുട്ടികളുടെയും അടുത്ത് ചെന്ന് സംസാരിക്കുന്നത്. ഇതാദ്യമായാണ് ഒരു പെൺകുട്ടി തന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നത്. അവളെ സഹായിക്കാനെന്ന രീതിയിൽ വൈശാഖ് ചോദിച്ചു, അവന്തികയ്ക്ക് ക്ലാസ് റൂം അറിയാമോ? ആക്ച്വലി ഇത് ചോദിക്കാനാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്നത്, അവന്തിക പറഞ്ഞു. അതിനെന്താ, ഞാൻ കുട്ടിയുടെ ക്ലാസ് കാണിച്ചു തരാലോ എന്ന് പറഞ്ഞ് അവന്തികയെ കൂട്ടി വൈശാഖ് അവളുടെ ക്ലാസ്സിൽ കൊണ്ടുപോയി വിടുന്നു. താങ്ക് യു ചേട്ടാ. അവന്തിക നന്ദി പറഞ്ഞത് കേട്ട വൈശാഖ് അവളോട് പറഞ്ഞു, ഓ, എന്തിനാ താങ്ക്സ് ഒക്കെ? ഇത് ഞങ്ങളുടെ കടമയല്ലേ. ഞങ്ങൾ സീനിയേഴ്സ് ആണെങ്കിലും വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ഇത് കേട്ട അവന്തിക ഒന്ന് ചിരിച്ചു. അവളുടെ ചിരിയിൽ വീണുപോയ വൈശാഖ് അത്യധികം സന്തോഷത്തോടെ തൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചെല്ലുന്നു. എന്താടാ നിന്റെ മുഖത്ത് ഇത്ര തെളിച്ചം? വൈശാഖിനെ കണ്ട മനു കാര്യം തിരക്കി. എടാ, ഒരു സുന്ദരി കൊച്ച്, അവൾ വളയും ഉറപ്പാ. അവൻ്റെ സന്തോഷം കണ്ട മനു പുച്ഛത്തോടെ ചോദിച്ചു, ഏതവള്? അതൊക്കെ ഉണ്ട് മോനെ, ചേട്ടൻ അങ്ങോട്ട് ചെല്ലട്ടെ. വൈശാഖ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പോകുന്നു. ഇവനിതെന്ത് പറ്റിയടാ? അഭി അതിശയത്തോടെ വൈശാഖിനെ നോക്കി ചോദിച്ചു. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇപ്പോഴേ കണ്ടുവെച്ച് കാണും, അതാ ഇത്ര സന്തോഷം. മനു പറഞ്ഞത് കേട്ട് അഭി ചിരിക്കുന്നു. അതേസമയം അവന്തിക തൻ്റെ പുതിയ കൂട്ടുകാരെ പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഇൻ്റർവെൽ സമയമായപ്പോഴേക്കും സീനിയേഴ്സ് ഓരോരുത്തരായി റാഗിങ്ങിനായി വന്നുകൊണ്ടേയിരുന്നു. അഭിയും കൂട്ടുകാരും അവന്തികയുടെ ക്ലാസ്സിൽ കയറാനായി വരുമ്പോൾ വൈശാഖ് അഭിയോട് അതിശയത്തോടെ പറഞ്ഞു, ഡാ അളിയ, ഇതാടാ അവളുടെ ക്ലാസ്. ആരുടെ? അഭി കാര്യം തിരക്കി. എടാ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഒരു പെണ്ണിൻ്റെ കാര്യം.
വൈശാഖ് അഭിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ വാടാ അഭി, നമുക്കൊന്ന് നോക്കാം, ആരാണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് മനു അഭിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട വൈശാഖ് അവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു. ഡാ, എൻ്റെ കൊച്ചിനെ റാഗ ചെയ്യണ്ട, അവളെ വിട്ടേക്ക്, കേട്ടല്ലോ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് അഭി വൈശാഖിൻ്റെ കൈകൾ തട്ടിമാറ്റി മുന്നോട്ട് നടന്നു. അവർ അവന്തികയുടെ ക്ലാസ്സിൽ കയറാനായി പോകുമ്പോൾ വരാന്തയിലൂടെ നടന്നു പോയ മറ്റൊരു പെണ്ണിനെ കണ്ട വൈശാഖ്, ഡാ നോക്കടാ, രേവതി, നിങ്ങൾ ചെല്ല്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ രേവതിയുടെ അടുത്തേക്ക് പോയി. തിരിഞ്ഞു നോക്കാതെ പോകുന്ന വൈശാഖിനെ നോക്കിക്കൊണ്ട് മനു പറഞ്ഞു. വെറുതെയാണോ ഇവന് പെണ്ണ് കിട്ടാത്തത്? ഒരെണ്ണത്തിൽ ഉറച്ചു നിൽക്കത്തില്ലല്ലോ. ആ, അവൻ പോട്ടെ, നീ വാ, നമുക്ക് കയറാം. അഭി അവരെയും കൂട്ടി അവന്തികയുടെ ക്ലാസ്സിൽ കയറുന്നു.